നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുന്നു. മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നികളിക്കണ്ടെന്നുള്ള രീതിയിൽ ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ, കൈ കിട്ടി അവളെ തല്ലി ഞാൻ കാലൊടിക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വസ്ത്രധാരണമാണല്ലോ. അതിനെക്കുറിച്ച് ഷെഫീന ബീവി നടത്തിയ ഒരു പ്രതികരണമാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഞാനും പറയുന്നത്. എന്തായാലും വിവാദം ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോരോ ആൾക്കാർ ഷെഫീന ബീവിക്കെതിരെ കടുത്ത പ്രതിഷേധവും അതുപോലെ പ്രതികരണവും ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത് വീണ്ടും ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഷെഫീന ബീവിയോടുള്ള ഒരു വാശിക്കാണെന്ന് തോന്നുന്നു. കാരണം പറയുന്ന ദയാ സുജിത്ത് എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഭയങ്കര സപ്പോർട്ടല്ലേ, മോള് എന്ത് ഡ്രസ്സ് ധരിച്ചാലും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാ? അത് മഞ്ജു പിള്ളയുടെ മകളായതുകൊണ്ട്. ഇവിടെ രേണുസുതിയെ പോലെ ഉള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും സപ്പോർട്ട് കിട്ടില്ലായിരുന്നു. ഇതൊരു നടിയുടെ മകളല്ലേ, അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാ? നടിയുടെ മകളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും മഞ്ജു പിള്ളയുടെ മകള് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇത് ഷെഫീന ബീവി കാണണമെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ് കേട്ടോ. ഇതിലും അത്യാവശ്യം മോഡേൺ ലുക്കിലുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് പെങ്കുച്ചി ധരിച്ചിരിക്കുന്നത്. ഒരു പൂവൊക്കെ പിടിച്ചിട്ടുള്ള ഒരു റീലാണ്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതായത് ഷെഫീന ബീവിയുടെ പ്രതികരണം തെറ്റായിരുന്നു, അവർ പ്രതികരിച്ച രീതി തെറ്റായിരുന്നു. എങ്കിൽ പോലും അവര് ഉദ്ദേശിച്ചത് എന്താണ്? ഇതുപോലുള്ള വസ്ത്രധാരണത്തിനെതിരെയുള്ള ഒരു പ്രതികരണമാണ്. പക്ഷെ അവർക്ക് കുറച്ച് ദേഷ്യം കൂടിപ്പോയി, വായി വന്നൊക്കെ അങ്ങ് പറഞ്ഞു പോയി. ഇപ്പൊ ഇത്ര വലിയ വൈറലായി ഷെഫീന ബീവി അങ്ങനെ എയറിൽ കിടന്ന് പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ കണ്ടപ്പോ, അതായത് ഈ ഫോട്ടോനെ കുറിച്ചിട്ടുള്ള പല സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിയപ്പോ എനിക്ക് പല പേഴ്സണൽ മെസ്സേജിലും ചോദിച്ചാണ്, നിങ്ങൾ എന്തെങ്കിലും പറയാത്ത, നിങ്ങൾ എല്ലാത്തിലും പ്രതികരിക്കുന്ന ആളല്ലോ. ഞാൻ അങ്ങനെ എല്ലാത്തിലും പ്രതികരിക്കുന്ന ആളല്ല. വഴി പോണല്ല അവയിലെടുത്തിട്ട് എന്റെ തോളത്തെടുത്ത് വെക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഒരു 3-4 പേര് റിപ്പീറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞപ്പോ എന്തായാലും എന്റെ ഒരു കൺസേൺ പറയാതെ എനിക്ക് തോന്നി. ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. ഏതൊക്കെ ഡ്രസ്സ് ഇട്ട് എങ്ങനെയൊക്കെ നടക്കുന്നുള്ളത് ഓരോരുത്തരുടെ തന്നെ സ്വാതന്ത്ര്യമാണ്. അതിനവിടെ മാനിക്കുന്നതിലൊരു കൺസേണും എനിക്ക് പറയാനില്ല. പക്ഷേ ഇതിനെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല എന്ന് പറയേണ്ടി വരും. കാരണം അതിലൊരു കാര്യമുണ്ട്, നമ്മളതിനെ എന്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കുട്ടികൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്യില്ല. ഞാൻ എന്ത് തന്നെയാലും കാണണം, ഒരു നെറ്റി ചുളിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ അതിന്റെ ഇഷ്ടക്കേട് നമ്മൾ മറ്റുള്ളവർക്ക് ഡെലിവറി ചെയ്യണ ഒരു സ്റ്റൈലുണ്ട്, ഒരു രീതിയുണ്ട്. പച്ചത്തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കുറെ വൃത്തിയായിട്ട രീതിയിൽ പരാമർശിച്ചിട്ടോ അല്ല നമ്മൾ ഡെലിവറി ചെയ്യേണ്ട ഒരാൾക്ക്. ഈ പറഞ്ഞ അവർക്ക് ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടാമെങ്കിൽ, അവരെ വസ്ത്ര സ്വാതന്ത്ര്യം പറഞ്ഞാൽ അവർക്ക് ന്യൂഡിറ്റി ആയിട്ട് പലതും കാണിക്കാമെങ്കിൽ, നമുക്ക് കണ്ടുക്കുന്ന ആൾക്കാർക്ക് അതിന് പ്രതികരിക്കാനും അതിന് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ പ്രതികരിച്ച രീതി, ആരാണോ ഇത് എടുത്തുണ്ടോ എന്ന് പൊക്കിയെടുത്തുണ്ടോ എന്ന് അത് പ്രതികരിച്ച രീതി വളരെ മോശമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഇതിനെ എന്റർടൈൻ ചെയ്യുന്നില്ല. അത്രയൊക്കെ പുരോഗമനവാദേ എനിക്കുള്ളൂ. കാരണം ഞാനത് എന്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യേണ്ടി വരും. ഒരിക്കലും ഇല്ല. ഇത് കണ്ടപ്പോൾ എന്റെ നെറ്റി ഇങ്ങനെ ഒന്ന് ചുളിഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എഗെയിൻ ഇഷ്ടമുള്ളവർ രീതിയിലൊക്കെ നടക്കട്ടെ. അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങൾ പിന്നെ നമുക്ക് എന്തിനാണുള്ളത്? ആ കുട്ടി ചിലപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതായിരിക്കാം, പല രീതിയിലും വളർന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടത്തിന് അവരുടെ പാരന്റ്സ് സമ്മതിച്ചിരിക്കാം. അതൊക്കെ അവരുടെ വീട്ടിൽ മാത്രം പ്രശ്നങ്ങളാണ്. ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത്ര വലിയ പുകിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ കേട്ടല്ലോ, എന്റെ ഒപ്പീനിയൻ ഇത്ര തന്നെയുള്ളൂ. ഈ സഹോദരൻ പറഞ്ഞ എങ്ങനെയുണ്ട്? കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞത്? ഇത് കണ്ട് എനിക്കിതിന് ഈ പെണ്ണിന്റെ എന്നല്ല ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അത് എന്ത് വലിയ മോഡലിങ്ങിന്റെ പേരിലാണെങ്കിൽ ഇമാതിരി ഒന്നും കാണിച്ചു കൂട്ടുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണട്ടെ, സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യട്ടെ. ഇഷ്ടമില്ലാത്തവർ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കൊന്നും ഇമാതിരി വേഷം കെട്ടലുകളൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ഇതിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ തള്ള വൈബ്, തന്ത വൈബ് എന്നൊക്കെയാണ് പറയണത്, അമ്മായി എന്നൊക്കെയാണ് പല പൂക്കി പെമ്പിള്ളേരും ഒക്കെ പറയുന്നത്. കാരണം ഇപ്പോൾ ഷെഫീന ബീവിയുടെ വീഡിയോ എടുത്ത് കൂടുതലും റിയാക്ട് ചെയ്യുന്നത് കൊച്ചു പെമ്പിള്ളേരും കൊച്ചു ചെറുക്കന്മാരൊക്കെയാണ്. കാരണം എന്താ, അവർക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ഇത് 2026 അപ്പം മാറ്റം വരണ്ടേ? അവർക്കൊക്കെ തോന്നുന്ന പോലെ ശരീരം പ്രദർശിപ്പിച്ചും അവിടവും കാണിച്ചും ഇവിടവും കാണിച്ചും നടക്കണം. എന്നിട്ട് അതിനൊക്കെ പേരെന്താ? മോഡലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മോഡലിങ് എന്നൊക്കെയാണ് പറയുന്നത്. കഷ്ടം തന്നെ അല്ലേ. എന്തായാലും എനിക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. എന്ന് വെച്ചിട്ട് ഷെഫീന ബീവിയുടെ പ്രതികരിച്ച രീതി തെറ്റായിരുന്നു. എങ്കിലും അവരോടൊപ്പം തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചിലരൊന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനോട് സംസാരിക്കണമെന്ന്. എൻ്റെ ബ്ലോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും.
എനിക്ക് അതിൻ്റെതായ നിയമരീതി നിയമത്തിന്റെ എനിക്ക് എന്തുവാ ഉണ്ട് ഏത്. ഇറ്റ്സ് ഓൾ ഫൺ ആൻഡ് ഗെയിംസ് ഗൈസ്, ഇറ്റ്സ് ഓൾ ഫൺ ആൻഡ് ഗെയിംസ് അൺടിൽ സംവൺസ് ലൈഫ് ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട്, ഇതൊക്കെ പൊട്ടെ, എനിക്ക് വേഴ്സ്റ്റ് പാർട്ടായിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ, that scares me. Like thinking there is a community itself is like okay, but agreeing with her whatever she's saying, that's എനിക്കത് പേടിയായി സത്യം പറയാതെ. എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായത്. I was scared. ആൻഡ് അവരുടെ ഇതിനറിയ 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇറ്റ്സ് ഫൈൻ. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്ര എനിക്ക് പറയാനുള്ളൂ.